നമ്മുടെ രാജ്യം അല്ലെങ്കിൽ എൻ്റെ രാജ്യം ഭരിക്കണം എൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിജിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ റീലോ ഇട്ടാൽ ഞാൻ എങ്ങനെയാണ് വർഗീയവാദിയാവുന്നത്? എൻ്റെ കാര്യമല്ല പറഞ്ഞത്. പൊതുവെ നമ്മുടെ കേരളത്തിൽ മോദി ഹേറ്റ് നന്നായിട്ട് സ്പ്രെഡായിട്ട് വരുന്നുണ്ട്. ശരിയാണ്, എല്ലാവരും ഇഷ്ടപ്പെടണം എന്നല്ല പറയണത്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പക്ഷേ നമുക്കൊരു നല്ല ഭരണം വേണമെങ്കിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ രാജ്യദ്രോഹിയാണ്, അതായത് ഒരു പ്രധാനമന്ത്രിനെ രാജ്യദ്രോഹിയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യണത് അതിപ്പോൾ ആരാണെങ്കിലും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ചെറിയ ചെറിയ പിള്ളേർ പോലും ഈ ഒരു രീതിയിലാണ് പുള്ളിക്കാരനെ ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും കമൻറ്റും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഹേറ്റ് ഇല്ലാത്ത എനിക്ക് ഈ ഒരു വീഡിയോ കാരണം ഹേറ്റ് ഉണ്ടാവുന്ന നല്ലൊരു ബോധമുണ്ട്. പക്ഷേ ഹേറ്റിനെയൊക്കെ പേടിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ വെച്ചാൽ എൻ്റെ നിലപാടിന് വാല്യൂ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, മോദിജീനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മുസ്ലിം വിരോധികളായിട്ട് കാണരുത് ആരും. കാരണം ഞാൻ കേരള സ്റ്റോറി എന്നുള്ള സിനിമ അതിൽ പറയുന്ന കാര്യം തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ മോദിജീനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാനിപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും നല്ല രീതിയിൽ ഹേറ്റ് തുപ്പുന്ന കമൻറ്റ് ഈ വീഡിയോൻ്റെ താഴെ വരുന്ന എനിക്കറിയാം. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നമ്മുടെ ഇന്ത്യയിലുള്ള എത്രയും കോടി ആൾക്കാർ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ഭരണം മോദിജി അല്ല, നമ്മുടെ ദൈവം തമ്പുരാൻ വന്ന് ഭരണം നടത്തിയാൽ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ വർഗീയത തുപ്പാൻ വേണ്ടിയിട്ടല്ല. ഇതിൽ വർഗീയത ഞാൻ പറഞ്ഞിട്ടുമില്ല. കാരണം ഞാൻ പക്വത വെച്ച കാലം തൊട്ട് എൻ്റെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിനെ എനിക്ക് ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ കുറേ പേര് പുള്ളിക്കാരനെ ഹേറ്റ് ചെയ്തുകൊണ്ട് കമൻറ്റ് ഇടാനും വീഡിയോ ഉണ്ടാക്കാനും പോസ്റ്റ് ഇടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹമാണ് എൻ്റെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിമാനനാണെന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അല്ലാണ്ട് ആരെയും ഹേറ്റ് ചെയ്യാനോ വർഗീയത തുപ്പാനൊന്നും അല്ല.